വളരെ എളുപ്പത്തിലൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാം. വേഗം വരും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. 4 പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കറിക്ക് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു 200 ഗ്രാം ഉരുളക്കിഴങ്ങാണ്. അത് തോലോടുകൂടി ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്തതാണിത്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി നുറുക്കിയത്, കുറച്ച് മല്ലിയല്ല, പിന്നെ ഒരേ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇത്രയും വേണം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പച്ചമുളകും വലിയുള്ളിയും ചേർത്ത് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയാൽ മാത്രം മതി. ബ്രൗൺ ആയി കിട്ടുമൊന്നും വേണ്ട. വലിയുള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പാകത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതപ്പം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല ഉടഞ്ഞ പാകത്തിനാണ് ഈ കറിയുടെ ടെക്സ്ചർ കിടക്കുന്നത്. അപ്പം നമ്മൾ കാര്യമായിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഉടച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ഞാനിതിൽ ചേർത്ത് ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇളക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് മഞ്ഞളും പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം അതാണ്. ഇതപ്പോൾ കുറേയൊക്കെ ഉടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അല്പം വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ബാക്കിയുള്ള കട്ടകളും കൂടി ഒന്ന് നന്നായിട്ട് ഉടയും. ഇതിലേക്ക് ഇനിയും നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അത് പിന്നീട് ചേർക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചത് ഒന്ന് തുറന്ന് നോക്കാം. ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇനി ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയിലുള്ള ബാക്കി തേങ്ങ വേസ്റ്റ് ആക്കാതെ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത്, കറിയുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കറിയിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് കറിയുടെ കൺസിസ്റ്റൻസി എങ്ങനെ വേണമോ അത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. എനിക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 കപ്പിൽ കുറച്ചുകൂടി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ കറി അപ്പം, പുട്ട്, ചപ്പാത്തി, ദോശ അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ചേരും. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കല്ലേ കേട്ടോ. അടുത്ത റെസിപ്പിയിൽ കാണാം.